സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന് അയവില്ല. ഇന്നലെ 13,187 പേർക്ക് പകർച്ചപ്പനി ബാധിച്ചു. 13 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഡ്രൈ ഡേ ആചരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന നിപ രോഗബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് വിവരം. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ മുഹമ്മദ് കൂടി ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറയൂ ദീപക് തർമ്മണം, കോഴിക്കോട്ടെ വിശേഷങ്ങൾ. SKN മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലാണ് ഈ നിപ്പ രോഗി തുടരുന്നത്. വെന്റിലേറ്ററിലാണ്. ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൾസ് താഴോട്ടേക്ക് പോകുന്നുമുണ്ട്. മൊണോസൈക്ലിൻ ഉൾപ്പെടെയുള്ള 3ാം ഘട്ട ചികിത്സ വരെ മരുന്ന് പുറത്തു നിന്നും എത്തിച്ചുകൊണ്ട് ചികിത്സ നടത്തി കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് അധികൃതർ അതിൽ ഈ രോഗിയെ ഒരു സ്വാഭാവിക നിലയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ്. പക്ഷേ എന്നാൽ രോഗി ഏതെങ്കിലും നിലയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അല്പം മുൻപും ലഭിച്ച വിവരം. മറ്റൊന്ന് ആശ്വാസം, നിപ്പയുടെ ഭീതി ഒഴിയുന്നു എന്നുള്ളതാണ് SKN. കാരണം ഈ രോഗിയുമായി നേരിട്ട് കോൺടാക്റ്റ് ഉള്ള ഏറ്റവും ഒടുവിൽ ഒരു ആരോഗ്യ പ്രവർത്തകയുടെ ലക്ഷണങ്ങൾ വന്നു. ആരോഗ്യ പ്രവർത്തകയ്ക്ക് അങ്ങനെ ആ ലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ടെസ്റ്റ് നടത്തി, അതും നെഗറ്റീവായി. അങ്ങനെ നോക്കുമ്പോൾ രോഗിയുമായി നേരിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്ന സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണമുള്ള, അതായത് നിപ്പ സിംറ്റംസ് ഉണ്ടായിരുന്ന 15 പേരെ ഇതിനകം ടെസ്റ്റ് ചെയ്തു. 15 പേരും നെഗറ്റീവായി എന്നുള്ള ആശ്വാസമുണ്ട്. ഒരു ഭാഗത്ത് ഈ നിപ്പയുടെ ഭീതി ഒഴിയുന്നു എന്ന ആശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രോഗി അത്യന്തം അപകടാവസ്ഥയിലാണ് വെന്റിലേറ്ററിൽ തുടരുന്നത്. SKN. ഓക്കെ, അലക്സ മുഹമ്മദ് കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ, യഥാർത്ഥത്തിൽ പകർച്ചവ്യാധികളുടെ കണക്ക് നിലയും കൂടുകയായിരുന്നു. വിവരങ്ങൾ. SKN ആ കണക്ക് അങ്ങനെ തന്നെ തുടരുന്നു. അതായത് പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ആരോഗ്യവകുപ്പ് അത് പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ വ്യാപനം ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അതായത് ഈ ഷൂട്ട് നിൽക്കുന്നത് ഇങ്ങനെ തന്നെ കുറച്ച് ദിവസം കൂടി തുടരാനാണ് സാധ്യത. അതിനുശേഷമേ ഈ ഏർപ്പെടുത്തിയ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തൂ എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. നിലവിൽ ഇന്നലെ സംസ്ഥാനത്ത് 13,187 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികൾ ചികിത്സ തേടിയത്. ആ നമ്പർ ശ്രദ്ധിക്കണം. 13,187 പേർ ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളെയും മറ്റ് സ്വകാര്യ ക്ലിനിക്കുകളെയും ഒക്കെ ആശ്രയിച്ചവരുടെ കണക്കുകൾ വേറെയുമുണ്ട്. 75 പേർക്കാണ് ഇന്നലെ സർക്കാർ ആശുപത്രികളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതുപോലെ 312 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 13 പേർക്കാണ് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് ഒരാൾക്ക്, പാലക്കാട് 2, മലപ്പുറം 3, കോഴിക്കോട് 4, കണ്ണൂർ 3 എന്നിങ്ങനെ 13 പേർക്ക് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. SKN ഷിഗല്ലയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ആരംഭിച്ച് 21-ാം തീയതി ആകുന്നതേ ഉള്ളൂ. 21-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 133 അതിൽ 5 മരണങ്ങൾ ഔദ്യോഗികമായി ഷിഗല്ല മൂലമെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് ഷിഗല്ല വ്യാപനം സംസ്ഥാനത്തുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഷിഗല്ല നിയന്ത്രണ വിധേയം എന്നാണ്. പക്ഷേ സംസ്ഥാനത്തെ പല ജില്ലകളും, പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള ജില്ലകളിലൊക്കെ ഷിഗല്ല വ്യാപനം ഇപ്പോഴും കാണിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. 13 പേർക്ക് എലിപ്പനി ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. 27 പേർക്ക് മഞ്ഞപ്പിത്തം ഇന്നലെ സ്ഥിരീകരിച്ചു. 95 പേർക്ക് ചിക്കൻ പോക്സും 112 പേർക്ക് ഇൻഫ്ലുവൻസയും 4 പേർക്ക് ചെള്ളുപനിയും ഇന്നലെ സ്ഥിരീകരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിലുള്ളത്. എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ പോലും 3 മരണം കൂടി ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 3 മരണങ്ങൾ കൂടി ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഈ പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ഈ ആഴ്ചയുടെ അവസാനങ്ങൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ, വീടുകളിലൊക്കെ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് വീടുകളിലെ ഡ്രൈ ഡേ ആചരണ ദിവസമാണ്. ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ കവടിയാറിലെ വസതിയിൽ, കവടിയാർ ജവഹർ നഗറിലെ വസതിയിൽ അദ്ദേഹം ഈ ഡ്രൈ ഡേയുടെ ഭാഗമാകും. അദ്ദേഹം വീട് ശുചീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഡ്രൈ ഡേയുടെ ഭാഗമാകും എന്ന് അറിയിക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ആയിരിക്കും അദ്ദേഹം ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. എന്താണെങ്കിലും എല്ലാ വീടുകളിലും ഇന്ന് ഡ്രൈ ഡേയുടെ ഭാഗമായി ശുചീകരണ പ്രവൃത്തികൾ നടത്തണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.